തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവാവിനെ വെട്ടിക്കൊന്നു. കൈതമുക്ക് സ്വദേശി വിശാഖാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് പിന്നാലെ അയൽവാസിയായ പ്രദീപ് ഓടി രക്ഷപ്പെട്ടു. വഴിത്തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, അയൽവാസികൾ തമ്മിലുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ഒരു വഴക്ക് അത് ഒരു കൊലപാതകത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതുല്യ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് നാടിൽ തന്നെ നടുക്കിയ ഒരു കൊലപാതകം തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്നത്. വഞ്ചിയൂർ പാൽക്കുളങ്ങരയിൽ വെച്ചാണ് യുവാവിനെ പകൽ വെട്ടി കൊലപ്പെടുത്തി. വൈരാഗ്യമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രദീപിനെ ആക്രമിച്ച കേസിൽ മുമ്പും വിശാഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ അടുത്തിടെയാണ് ഇത്തരത്തിൽ പുറത്തിറങ്ങിയ ശേഷവും ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. സംഭവത്തിന് 2 ദിവസം മുമ്പും ഇവർ തമ്മിൽ വാക്കേറ്റവും തർക്കവും ഒക്കെ ഉണ്ടായിരുന്നതായി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെയാണ് പ്രദീപിനെ വിശാഖ് ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി വെട്ടേറ്റ വിശാഖിനെ പിന്നീട് പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. കൊല്ലപ്പെട്ട വിശാഖും ആക്രമണം നടത്തിയ പ്രദീപും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി വഞ്ചൂർ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിക്കൊപ്പം മറ്റു 3 പേർ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് ഈ നിമിഷത്തിൽ പറയുന്നത്. എന്തായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ തമ്മിലുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യമാണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകത്തിൽ തന്നെ കലാശിച്ചിരിക്കുന്നത്. അതില്ല. ശരി അപർണ, തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് അയൽവാസികൾ തമ്മിലുള്ള ഒരു തർക്കം അത് കൊലപാതകത്തിലേക്ക് എത്തിയത്. ഈ പ്രതിയായ പ്രദീപിന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. അയൽവാസികൾ തമ്മിലുള്ള വഴിത്തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം.